എന്തിറങ്ങിയാലും ഈ പറയുന്ന പോലെ പരാതിയും പരിഭവമൊക്കെ ഉണ്ടെങ്കിൽ ഉള്ളിന്റെ ഉള്ളിൽ ഒതുക്കി വെച്ചിട്ട് ആ മനുഷ്യൻ എന്താണോ ആ മനുഷ്യൻ നല്ലത് ചെയ്യുമ്പോൾ കൈയടിക്കാനും മോശം ചെയ്യുമ്പോൾ മിണ്ടാതിരിക്കാനും ആഗ്രഹിക്കുന്ന ഒരു സ്ലീപ്പർ സെൽ ഓഡിയൻസ് ഉണ്ട്. അപ്പൊ അങ്ങനെയുള്ള ഓഡിയൻസിനെയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ടാർഗറ്റ് ചെയ്യുന്നത്. അവരിറങ്ങണം ഈ സിനിമ കാണാൻ. രംഗച്ചേട്ടൻ കാണിക്കും പറഞ്ഞാൽ കാണിക്കും. അമ്പാൻ തുറസി കിളി പോവും. അന്ത ആൾക്ക് കാറ് കയ്യിലെ കിട്ടിയ കിളി പോവും. മഴ നനയാലല്ലോ കുട്ടിച്ച, എല്ലാരും കൂടെ എന്നെ ഇങ്ങനെ മഴയത്ത് നിർത്തിയേക്കല്ലേ. When he does that, നിങ്ങൾ കരയേണ്ടടുത്ത് കരയും, ചിരിക്കേണ്ടടുത്ത് ചിരിക്കും, പേടിക്കേണ്ടടുത്ത് പേടിക്കും. പുള്ളി എന്ത് ഇമോഷൻസ് ആണ് നമുക്ക് തരുന്നത് അത് നമുക്കത് ഫീൽ ചെയ്യും. അങ്ങനൊരു ലാലേട്ടൻ ഉണ്ട് മക്കളെ. ആ മനുഷ്യനെ ഞാനിന്ന് ആ സ്ക്രീനിൽ കണ്ട് ജയിച്ചു അല്ലേ? അങ്ങനല്ലേ പാടുള്ളൂ. അതെ, വലിയ ആളല്ലേ നിങ്ങൾ. മോഹൻലാൽ തുടരും അല്ല, മലയാളത്തിന്റെ സ്വന്തം മോഹൻലാൽ തുടർന്നുകൊണ്ടേയിരിക്കും. ഇനി മാറ്റി പറയാന്ന് വെച്ചാ തലമുറകളുടെ നായകനായിട്ടുള്ളൊരു മോഹൻലാലിനെ കാണാൻ സന്തോഷമുള്ളൂ മക്കളെ, സന്തോഷായി. ഞാൻ നിങ്ങളെ കുറെ വിഷമിപ്പിച്ചിട്ടുണ്ട്. തിരക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ അടുത്ത ഷോക്കുള്ള വണ്ടികൾ കേറിയിട്ടില്ല. ഇത് ഈ ഷോയുടെ വണ്ടികളാണ്. കിടിലം പടം എന്ന് വെച്ചാൽ കിടിലം പടം, ഒന്നും പറയാനില്ല. ലക്ഷത്തിൽ ഒന്നേ കാണും ഇതുപോലൊരു ഐറ്റം. പേര് കൊത്തിയിട്ട സിംഹാസനം വലിച്ചിട്ട് ഇരിപ്പുറപ്പിച്ചിട്ടുമുണ്ട്. ഇത് മോളിവുഡ് അല്ല, മോഹൻലാൽ വുഡാണെന്ന ആരാധകരുടെ അഹങ്കാരത്തിന് വിശ്വാസത്തിന് മേലാണ് രാജാവ് തന്നെ ചെങ്കോല് കുത്തി നിർത്തിയിരിക്കുന്നത്. പുതിയ കളികൾ കാണാനും ചിലത് കാണിച്ച് പഠിപ്പിക്കാനും വെച്ച സൂപ്പർ സ്റ്റാർഡം അഴിച്ചു വെച്ചൊരു പെർഫോമറുടെ വരവില്ലേ? നമ്മളിൽ ഒരാളായി റോ ആയി പച്ചമണ്ണിൽ കാലുറപ്പിച്ച് നിൽക്കുന്ന ഒരു മോഹൻലാലില്ലേ? തുടരും കാത്തുവെച്ചത് അങ്ങനെ ഒരു സമ്മാന പൊതിയായിരുന്നു. ആള് തമ്പുരാനാണെന്ന് മാത്രമല്ല, ചില്ലറ പുള്ളിയല്ല, ഐരാവത അയച്ചോ. ഞെട്ടിച്ച് നല്ല അടിപൊളി പണം. സൂപ്പർ.